ബദിയടുക്കയിലെ ആഴ്ചച്ചന്തയുടെ കാര്യത്തിൽ കള്ളക്കളി നടക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നു. മാത്രമല്ല, സ്റ്റാൾ പരിസരത്ത് ശുചിത്വം ഉറപ്പാക്കാൻ ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്ന വിമർശനവും വ്യാപകമാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മറ്റേ സ്ഥലപാടകെല്ലാം കൂട്ടിട്ട് മേടിക്കുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അതിലുള്ള കച്ചവടമൊന്നും ഇല്ല. മുമ്പത്തിലൊക്കെ കച്ചവടം പിന്നെ നടക്കട്ടെ. ഇപ്പത്താളെ 300 വൈക്കോണേ, 300, 200 എല്ലാം വൈക്കോണേ വെച്ചിട്ടാകുമ്പോൾ ഇപ്പോൾ ഒട്ട് ഡബിൾ ഇവർ മേടിക്കുന്നു. ബദിയടുക്കയിലെ ആഴ്ചച്ചന്തയിൽ സ്റ്റാളുകൾ അനുവദിക്കുന്നതിലും മറ്റും വ്യാപക കള്ളക്കളി നടക്കുന്നുവെന്ന ആക്ഷേപമാണ് അനുദിനം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ ചില ഉന്നതരുടെ അറിവോടെയാണ് ഇത്തരം അനീതി എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ചന്തയിലെ സ്റ്റാൾ അനുവദിക്കൽ, ഫീസ് ഈടാക്കൽ, മറ്റ് ക്രമീകരണങ്ങൾ എന്നിവയിൽ സുതാര്യതയില്ലെന്നാണ് നാട്ടുകാരെല്ലാം കുറ്റപ്പെടുത്തുന്നത്. ചന്തയിൽ 10-15 കൊല്ലമായി കച്ചവടമാക്കുന്നത്. ലാസ്റ്റ് കഴിഞ്ഞ മാസത്തോളം ഒമ്മസ്റ്റാക്ക് 150 കൊടുത്തുകൊണ്ടായിരുന്നു. ഒമ്മസ്റ്റാക്ക് 350, 400 പറഞ്ഞത്. ലാസ്റ്റ് 250 ഞങ്ങൾ കൊടുത്തത്. പിന്നെ വേറെ എന്ത് പണി അറിയാലോ, തന്നെ അറിയാം. 15 കൊല്ലം ഞാൻ ചന്തയിൽ കച്ചവടം. നമ്മളെ കച്ചവടം തന്നെ നോർമൽ കച്ചവടം, ചെറിയ പൈസയുടെ കച്ചവടം, സാധാരണ കച്ചവടം. 500, 1500, 2000 കച്ചവടമാവും. അത്ര ഉണ്ട്, വേറെ എന്തില്ല. മാത്രമല്ല, ചന്തയുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കണമെന്ന് നേരത്തെ തന്നെ ഇവർ ആവശ്യപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട്. ചന്തയുടെ ലേലവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടിനെ ചൊല്ലി നിലവിൽ വലിയ വിവാദം ഉയർന്നിരിക്കുകയാണ്. കുറഞ്ഞ തുകയ്ക്ക് ലേലം ഏറ്റെടുത്ത ശേഷം കൂടുതൽ തുകയ്ക്ക് മറ്റൊരാൾക്ക് മറിച്ച് കൈമാറിയെന്നാണ് ആരോപണം. ഇതിലൂടെ പഞ്ചായത്തിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 100 രൂപ, ചിലർക്ക് 100 രൂപ, ചിലർക്ക് 50 രൂപ, അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ടുണ്ട്. കാരണം അത് അവർ പറയുന്നത് ലേലത്തിൽ കുറച്ച് കൂടുതൽ പിടിച്ചെന്നാണ് പറയുന്നത്. അത് ലേലം കുറച്ച് എമൗണ്ട് കൂടിപ്പോയെന്നാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ 100 രൂപ, 150 രൂപ, ചിലർ 50 രൂപ, അങ്ങനെയെല്ലാം കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഉയർന്ന സ്റ്റാൾ ഫീസ് നൽകേണ്ടി വരുന്നതിനാൽ അതിന്റെ അധിക സാമ്പത്തിക ഭാരം സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ട സാഹചര്യമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത് കാരണം ആഴ്ചച്ചന്തയെ ആശ്രയിച്ചു വരുന്ന സാധാരണക്കാർക്ക് ഗുണം ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. നാളിന് ഓരോരോ റേറ്റ് കേട്ടോണ്ട് അടുത്ത ആഴ്ച, മുമ്പത്തെ ആഴ്ച 200 കൂട്ടി, ഈ ആഴ്ച ഭയങ്കര കൂട്ടാന്ന് പറഞ്ഞു. എന്തായിട്ട് അറിയില്ല, ഭയങ്കര കൂട്ടിക്കൊണ്ടുണ്ട്, ഭയങ്കര ഇതായിക്കൊണ്ടുണ്ട്. നമുക്ക് ഇതിലാണ് ജീവിതം, ഇതിനെ മുന്നോട്ട് പോകണം. ഭയങ്കര കഷ്ടപ്പാട്ടിലുണ്ട്. ഇതാക്കണം. സ്റ്റാൾ ഫീസ് ഈടാക്കുന്നതിലും ചന്തയുടെ നടത്തിപ്പിലും സുതാര്യത ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വ്യാപാര സംഘടനയിലെ ചില നേതാക്കൾ ചന്ത തകർക്കാൻ പഞ്ചായത്തുമായി ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം വൃത്തിഹീനമായ സ്ഥലത്താണ് ഇപ്പോൾ ആഴ്ചച്ചന്ത നടത്തുന്നതെന്നുള്ള കുറ്റപ്പെടുത്തലുമായി പലരും രംഗത്തു വരുന്നുണ്ട്. ചന്ത നടക്കുന്ന സ്ഥലത്ത് ആവശ്യമായ ശുചിത്വ സംവിധാനങ്ങളില്ലെന്നും മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യാത്തത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നുമാണ് പരാതി. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന സ്ഥലത്ത് ശുചിത്വം ഉറപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ പൊതുവിലുയരുന്ന അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.